കോയിപ്പുറം എന്ന ഗ്രാമത്തിലെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ, അവരുടെ അനുഭവങ്ങളൊക്കെയാണ് അവർ പങ്കുവെച്ചത്. കടുത്ത രോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഈ ദമ്പതികൾക്ക് എതിരെ എന്നുള്ളത് കൂടി എടുത്തു പറയുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെ ഈ ദിവസം പൂർത്തിയാക്കി പ്രതിയെ കൊണ്ടുപോയി കസ്റ്റഡി പൂർത്തിയാകുമ്പോൾ തിരികെ കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനിയുള്ള വരും ദിവസത്തെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇനി ശാസ്ത്രീയ തെളിവടക്കം സമാഹരിക്കേണ്ട കാര്യങ്ങളെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 2 FIR ആണ് ഈ കേസിൽ 2 യുവാക്കളുടെ പരാതിയിന്മേൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വരും ദിവസങ്ങളിലേക്കുള്ള നീക്കങ്ങൾ എന്താണ് രഘുനാഥ് മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘത്തിൽ നിന്ന്? പ്രതീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഈ പ്രതികളും ദമ്പതികളും തമ്മിൽ വർഷങ്ങളായ പരിചയമുണ്ട്. വെറും പരിചയമല്ല, അടുത്ത ബന്ധം തന്നെ ഇവരെല്ലാവരും തമ്മിൽ ഉണ്ട്. രശ്മിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഈ പ്രതികളുടെ പക്കൽ ഉണ്ടായതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്രയധികം ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതായത് പ്രധാനമായും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തത വരേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്വകാര്യ ദൃശ്യങ്ങളിൽ മാത്രമാണോ ഇത്തരമേൽ ക്രൂരമായി യുവാക്കളെ മർദ്ദിക്കാനുള്ള കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതാണ് വിശദമായി പരിശോധിക്കേണ്ടത്. അതിന് റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ആലപ്പുഴ സ്വദേശിയായ യുവാവിനെയും പത്തനംതിട്ട സ്വദേശിയായ 30-കാരനെയും ഇവരുടെ 2പേരുടെയും വിശദമായ മൊഴി എടുക്കേണ്ടതുണ്ട്. ഈ മാസം 1-ാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ 19-കാരനെ ദമ്പതികൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. ഇയാൾ പലതവണ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഇയാളുടെ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ വന്നില്ല. വിഷ്ണുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. എന്ന് മാത്രമല്ല, വിഷ്ണുവിൻ്റെ അമ്മയും മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. ആ അമ്മയുടെ വാക്കുകൾ എടുക്കുകയാണ്. അമ്മ വളരെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഒരു പെറ്റതള്ളയ്ക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മർദ്ദനമാണ് മകനേറ്റത് എന്നുള്ളതാണ് അമ്മ പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഈ യുവാവിനെ പത്തനംതിട്ടക്കാരനായ യുവാവിനെ മരണം ഉറപ്പിച്ച ശേഷമാണ് ഒരുപക്ഷെ വഴിയിൽ കൊണ്ട് തള്ളിയത് എന്നുള്ളൊരു നിഗമനമാണ് വീട്ടുകാർക്കുള്ളത്. ഇതിന് ശേഷം ഈ രശ്മി ഈ യുവാവിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു, കേസുമായി മറ്റും ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും. നമ്മൾ ആ വീട്ടിലേക്ക് ചെന്നാൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ ഒരു വീടാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 40 വർഷത്തെയെങ്കിലും പഴക്കമുണ്ട്. ആ വീട് ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിക്കാം. എന്ന് മാത്രവുമല്ല, ധാരാളം ആളുകൾ അടുത്ത് കഴിയുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ വെച്ച് ഇത്ര ക്രൂരമായി 2 യുവാക്കളെ മർദ്ദിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിന് മറുപടി ഈ പരാതിക്കാർ പറയുന്നത് വായിൽ തുണി തിരികെ കയറ്റിയിരുന്നു, കണ്ണ് മൂടിയിരുന്നു അതുകൊണ്ടാണ് ഈ ബഹളം പുറത്തേക്ക് കേൾക്കാൻ വേണ്ടി കഴിയാതിരുന്നത് എന്നുള്ളതാണ് പരാതിക്കാരായ യുവാക്കൾ പറയുന്നത്. എന്തായാലും നമ്മൾ മുൻപ് പലതവണ ഇത്തരവുമായി ബന്ധപ്പെട്ട, അതായത് ഭാര്യയുമായിട്ടുള്ള അടുപ്പം ഭർത്താവ് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ക്രൂരമായി ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ അതിസാരമായി മുറിവേൽപ്പിച്ചുകൊണ്ടുള്ളൊരു ക്രൂരമായ പീഡനം ഒരുപക്ഷെ ഇതിനു മുൻപ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കില്ല.